മകന്റെ മരണത്തിന്റെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പതിറ്റാണ്ടായി നിയമ പോരാട്ടത്തിലാണ് പത്തനംതിട്ട ആറന്മുള സ്വദേശി MS രാധാകൃഷ്ണൻ. 2014 മെഡിസിൻ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് രാധാകൃഷ്ണൻ കർണാടക മംഗലാപുരത്ത് വെച്ച് മരിച്ചത്. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക, കേരള മുഖ്യമന്ത്രിമാർക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാധാകൃഷ്ണൻ. വാഹനാപകടത്തിൽ രോഹിത് രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ ഹൈവേയിൽ വെച്ച് മരത്തിലിടിച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അഭിഭാഷകൻ കൂടിയായ രാധാകൃഷ്ണൻ ഇത് പൂർണ്ണമായി തള്ളുകയാണ്. നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന റോഡാണ്. 32 അടി അകലെ പടിഞ്ഞാറ് വശത്ത് എന്ന് റീറ്റെയിനിങ് വാളിൽ അടിച്ച്, അവിടുന്ന് 12 അടി പടിഞ്ഞാറ് നിൽക്കുന്ന മരത്തേലടിച്ച്, അവിടുന്ന് തലമുറിഞ്ഞ് 70 അടി അകലെ പോയി കിടന്നതായിട്ടാണ് കാണുന്നത്. മാൻഡ്രേക്കിന് പോലും അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡ് നോക്കിയിട്ട് ഒന്നുമില്ല, ഒരു വണ്ടിയിൽ ഇടിച്ചതല്ല, റീറ്റെയിനിങ് വാളയിൽ ഇടിച്ചതല്ല. ഞാൻ പറഞ്ഞു എൻ്റെ മോൻ ഓടിച്ച വണ്ടി എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ആ മോട്ടോർ സൈക്കിളിനുണ്ടല്ലോ മിററ് പൊട്ടിയിട്ടില്ല, ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടില്ല, ഇൻഡിക്കേറ്റർ ലൈറ്റ് പൊട്ടിയിട്ടില്ല, ക്രാഷ് ഗാർഡ് വളഞ്ഞിട്ടില്ല, സൈലൻസർ പൈപ്പിന് കുഴപ്പമൊന്നുമില്ല, വീല് വളഞ്ഞിട്ടില്ല, ടയർ ബേസ്റ്റ് ഔട്ട് ആയിട്ടില്ല. എന്നിട്ട് എൻ്റെ മോൻ്റെ കഴുത്ത് മുറിഞ്ഞ് 70 അടി അകലെ പോയി. അതിന് ആ സ്പീഡുണ്ട്, പക്ഷേ മോട്ടോർ സൈക്കിളിൻ്റെ മിറർ പൊട്ടാൻ പറ്റിയിട്ടില്ല. അത് കണ്ടാൽ ആർക്കും മനസ്സിലാകത്തില്ല ഇതൊരു ക്രൂര കൊലപാതകമാണെന്ന്. കോളേജിൽ പഠിക്കാനെത്തിയ കാലം മുതൽ ചില അധ്യാപകർ മാനസികമായി രോഹിത്തിനെ പീഡിപ്പിച്ചുവെന്നും രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. മെഡിക്കൽ വിദ്യാർത്ഥിയായ രോഹിത് രാധാകൃഷ്ണൻ 4ാം വർഷം പഠിക്കുമ്പോഴാണ് അസ്വാഭാവിക മരണം സംഭവിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ CBI അന്വേഷണവും പരാജയമെന്ന രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. ഇതോടെ നീതി തേടി സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുകയാണ് MS രാധാകൃഷ്ണൻ. ഇതിനൊപ്പം ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്കും പുനരന്വേഷണത്തിനായി അപേക്ഷയും MS രാധാകൃഷ്ണൻ സമർപ്പിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട. കാണാതായതും മരിച്ചവരുമായ മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ ആശങ്കയെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരിക ഈശ്വരവാര്യരെ തന്നെയാണ്. മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തിയത് എന്ന ചോദ്യം മലയാളികളെല്ലാം തന്നെ, അത് മലയാളികൾ ഉള്ളിടത്തോളം കാലം നമ്മളുടെയൊക്കെ മനസ്സിൽ മുഴങ്ങും. ഏതായാലും രോഹിത് രാധാകൃഷ്ണനും നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.